പലരും പറയാറുണ്ട്, എന്റെ മാത്രം ഒരു കാര്യവും ശരിയാവുന്നില്ല, എനിക്ക് മാത്രം എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ, സന്തോഷം എന്താണെന്ന് എനിക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും സന്തോഷിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും എനിക്ക് ഒരെണ്ണം കഴിഞ്ഞ് അടുത്തതായിട്ട് ദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എന്നാൽ മറ്റു പലർക്കും പലതും നടന്നു കിട്ടുന്നു. എനിക്ക് മാത്രം എല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ മനസ്സ് ഫോം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന്? നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് പോലെ, ഒരു വൈറ്റ് പേപ്പർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മൾ ജനിച്ചു വീണതിന് ശേഷം നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളൊരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കുകയാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ളവര്, നമ്മുടെ അമ്മയോ അമ്മൂമ്മയോ നമ്മൾ ജോലിക്കാരോ ആരാണോ നമ്മളെ നോക്കുന്നത്, അവര് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. അങ്ങനെ ഒപ്പിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ മനസ്സ് ഫോം ചെയ്യുന്നു. അതായത് നമ്മള് 0 to 6 years നമ്മുടെ മനസ്സില് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് എത്ര എബിലിറ്റി ഉണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട്? 6 വയസ്സുള്ള ഒരു കുഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ എത്രമാത്രം ചിന്തിച്ചിട്ടായിരിക്കും 6 വയസ്സുള്ള ഒരു കുഞ്ഞൊരു തീരുമാനം പറയാ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മള് 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ തീരുമാനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. ആ 6 വയസ്സിനുള്ളില് നമ്മുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസിന്റെ ഉള്ളില് നമ്മൾ എടുത്ത പല തീരുമാനങ്ങളുമാണ് ഇന്നും എത്ര പ്രായമായാലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലെ? പക്ഷെ അതാണ് സത്യം എന്നാണ് TA പ്രകാരം പറയുന്നത്. TA എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? 0 to 6 yearsനുള്ളില് നമുക്ക് ചുറ്റുമുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് 40 വയസ്സായാലും 80 വയസ്സായാലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ തീരുമാനങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിന് നമ്മൾ ബോധപൂർവം ശ്രമിക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള ബ്ലോക്സ് ഉണ്ടാവും. ചിലർക്ക് ഹെൽത്ത് ആയിരിക്കും, ചിലർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും, ചിലർക്ക് മണി ആയിരിക്കും, ചിലർക്ക് കരിയർ ആയിരിക്കും, ചിലർക്ക് ഹാപ്പിനെസ്സിലായിരിക്കും, ചിലർക്ക് പീസിലായിരിക്കും. അപ്പോൾ പലർക്കും പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും ബ്ലോക്സ് ഉള്ളത്. ഇത് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമെന്ന് ചോദിക്കും. പറ്റും, നമുക്ക് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് കിട്ടുക. TA പ്രകാരം പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ഒരു പാരന്റും ഉണ്ട്, ഒരു അഡൾട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ കുഞ്ഞു കുട്ടിയും ഈ പാരന്റും തമ്മിൽ എപ്പോഴും ഒരു സംസാരം നടക്കും. അതാണ് നമ്മൾ പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസാരം പോസിറ്റീവായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിലെടുത്ത് വെച്ചേക്കുന്ന തീരുമാനങ്ങൾ നെഗറ്റീവ് ആണെങ്കിലാണ് നമുക്ക് വേണ്ട മേഖലകളിലെല്ലാം ബ്ലോക്സ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ബ്ലോക്സിനെല്ലാം നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്റ്റിലെ ഒരു ഹീലിംഗ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഈ ഹീലിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പാസ്റ്റിനെ നമുക്ക് ഹീൽ ചെയ്തില്ല എന്നാണെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എപ്പോഴും ബ്ലോക്സ് ആയിരിക്കും. നമ്മുടെ പ്രസന്റില് നമുക്ക് കാര്യങ്ങളൊന്നും അനുകൂലമായിട്ട് വരുന്നുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഗോൾസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അഫർമേഷൻസ് പറയുന്നുണ്ടാവും, നമ്മൾ അഫർമേഷൻസ് എഴുതിയിട്ടുണ്ടാവും, പലതരം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. പലർക്കും വർക്ക് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം മിക്കവാറും അവർക്കാർക്കും കൺസിസ്റ്റൻസി എന്നൊരു സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർക്കും ഈ ഗോൾസ് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ പാസ്റ്റിലുള്ള ഹീലിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഹീലിംഗ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ആ ഹീലിംഗ് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും. എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ ഹീലിംഗ് സെഷന് ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള
ലിങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ 100 പേർക്കാണ് ഫ്രീ ഹീലിംഗ് സെഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, ആദ്യത്തെ 100 പേർക്ക്. അപ്പോൾ അത് ഡിസംബർ 12-ന് 8:30 തൊട്ട് 10:30 വരെയുള്ള സമയത്താണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. 8:30 മുതൽ 10:30 വരെ ഫ്രീ ഹീലിംഗ് സെഷൻ എല്ലാവർക്കും കിട്ടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സെഷന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് സെഷനിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് സെഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുമല്ലോ. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.